ഇടുക്കിയിലെ അനധികൃത ഖനനങ്ങളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർക്കെതിരെ CPM നേതൃത്വം. ആരെങ്കിലും പരാതി അയച്ചാൽ അതിൽ അന്വേഷണത്തിന് ഉത്തരവിടേണ്ട എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പ്രതികരണം. എന്നാൽ CV വർഗീസിനെതിരെ പരാതി ഉയർന്നതിന് പിന്നാലെ അനധികൃത ഖനനങ്ങളുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. വാർത്ത വന്നതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി മൈനിംഗ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥർക്ക് കൂട്ട സ്ഥലം മാറ്റവും ഉണ്ടായി. ഇടുക്കിയിലെ CPM നേതൃത്വത്തെ ഒന്നാകെ പ്രതിരോധത്തിലാക്കിയാണ് ജില്ലയിലെ അനധികൃത ഖനനങ്ങളിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസിനും മകനും മരുമകനുമെതിരെ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കുളങ്ങളും റോഡുകളും നിർമ്മിക്കുന്നതിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ കരിങ്കല്ലുകളും മണ്ണും ഇവർ കടത്തിയെന്നാണ് പരാതി. അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 2 വർഷമായി ജില്ലയിൽ നടന്ന അനധികൃത ഖനനത്തിൽ 27 തവണ ജില്ലാ ജിയോളജിസ്റ്റ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും യാതൊരു നടപടിയുമില്ല. വിവരാവകാശ രേഖ പ്രകാരം ഒരാൾക്ക് ഒരിടത്ത് മാത്രമാണ് കുളം നിർമ്മിക്കാൻ അനുമതി നൽകിയത്. എന്നാൽ 90 പേർ പാറ പൊട്ടിച്ചെന്നും ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും വിവരാവകാശ രേഖ പ്രകാരം മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് വ്യക്തമാക്കി. എന്നാൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർ നടപടി വിമർശിക്കുകയാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ള ജില്ലാ സെക്രട്ടറി. വ്യാജ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിലെ ധാർമ്മികത എന്തെന്നും CPM-നെയും തന്നെയും ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും CV വർഗീസ് വ്യക്തമാക്കി. സംഘടിപ്പിച്ച് CPM-നെ അതിന്റെ ജില്ലാ സെക്രട്ടറിയായ എന്നെ വ്യക്തിപരമായും അതിനുള്ള CPM-നെ അപകീർത്തിപ്പെടുത്താനും നടത്തുന്നതിന് ഞങ്ങൾ രാഷ്ട്രീയമായും ചെയ്യും. ഈ 2 പ്രക്രിയയിലാണ് CPM നിൽക്കാൻ പോകുന്നത്. അത് ഞങ്ങൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകാംഗമായി ഇപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി ഒക്കെ കാര്യം ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. ഇത് പിന്നെ എല്ലായിടത്തും വരുന്നതാണ്. ഈ കാര്യത്തിൽ കാണത്തുള്ളൂ. മക്കൾക്ക് ജോലി ചെയ്യുന്നതിന് അവകാശമുണ്ട്. അവർ ഏതെങ്കിലും തരത്തിൽ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ എന്നും വർഗീസ് പറഞ്ഞു. ഇതിനിടെ ഇടുക്കിയിൽ പാറഖനനം സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിച്ചിരുന്ന 2 ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. സംസ്ഥാന വ്യാപകമായി 10 ജില്ലകളിൽ നിന്നും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതേസമയം CV വർഗീസിനും മരുമകനും മകനുമെതിരായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സും ബിനാമി ഇടപാടുകളും പരിശോധനയിലുണ്ട്. ജനം, ഇടുക്കി.